നമ്മളൊക്കെ മനുഷ്യരല്ലേ പറയും. തെറ്റുകൾ ഉറപ്പായിട്ട് വരും. എന്ന് വെച്ചാൽ തള്ളിക്കളർ തെറ്റ് തിരുത്താനുള്ള മെൻറ്റാലിറ്റി ഇല്ലാണ്ടാവണം രണ്ട് വിഭാഗത്തിൻ്റെ എന്നുള്ളതാണ് സങ്കടമായിട്ടുള്ള കാര്യം. ഇതിൻ്റെ ഇടയിൽപ്പെട്ട് ഞെരിയണത് ഭഗവാനാണ്. ഭഗവാൻ അനുഭവിക്കുന്ന വിഷമം അത്ര അറിയും ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഈ രണ്ട് കൂട്ടരും ഇടയിൽ. അത് ആരും ചിന്തിക്കുന്നില്ല. ഒരു ശരീരം കൊടുത്തിട്ട് നീ ഇവിടെ ഈ രൂപത്തിലിരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുക പറയുമ്പോൾ അദ്ദേഹം നമ്മളെമാതിരി തന്നെ വികാര വിചാരങ്ങളുള്ള ഒരാളാണ്. അവിടെ പോയിട്ട് ബ്രഹ്മല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ തന്ത്രത്തിന് അടിസ്ഥാനമില്ലല്ലോ. അതെ, അതാണ് തന്ത്രം. തന്ത്രം. പിന്നെ ഭക്തിയുടെ പേരിൽ തന്ത്രത്തിനെ നിരാകരിച്ചിട്ട് എന്ത് തോന്നിയാവാസം കാണിക്കാനും പറ്റില്ല. ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടൊരു തന്ത്രമില്ല. ഭഗവാന്റെ സൗകര്യത്തിനേ തന്ത്രമുള്ളൂ. ഭഗവാന് കാണാൻ തോന്നുമ്പോൾ നമുക്ക് കയറി കാണാം. അല്ലാണ്ട് നമ്മൾ എന്ത് ക്യൂവിൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ടൊന്നും ഇറ്റ് ഡസൻ വർക്ക്. സാധാരണ മതപദ്ധതികളുടെ പോലെ ആരാധനാലയങ്ങളല്ല നമ്മുടെ ക്ഷേത്രങ്ങൾ. അതാ ദേവൻ്റെയാണ്, അവരുടെ വീടാത്. നിങ്ങളെന്താ ഇങ്ങനെ വെച്ചിരിക്കണ ഫർണിച്ചർ ഇത് മാറ്റിയിടൂ എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ തോന്നും? ഈ വൃത്തികേടാണ് ഇന്ന് നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭഗവാന്റെ വീടാത്. ആ ബോധത്തോടെ വേണം അതിനെ സമീപിക്കുക. ഇതെനിക്ക് ഗുരുവായൂരപ്പൻ ഹൗ നോട്ട് ടു ലിവ് എന്നാണ് പഠിപ്പിച്ചത് അവിടെ ഇരുന്നിട്ട്. അത് ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞു. ആ ഗോപുരത്തിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ കണ്ട കഥകൾ, കൊണ്ട് പഠിച്ച അനുഭവങ്ങൾ, അപമാനങ്ങൾ, അറ്റാക്കുകൾ, എല്ലാം എല്ലാം എല്ലാം